ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്നാരു പറഞ്ഞു. എന്നായാലും ഞാൻ നമ്മളൊന്ന് പിരിയേണ്ട ആൾക്കാരാണ്. അതിപ്പോഴങ്ങോട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാബിക്കത് വിഷമം ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട്. സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി, കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി, സുരാജ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക, അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ കലൂരത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന്, അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഷാഫിഖാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ, നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. കളി ചൊല്ലും കുയിലാണോ കുഴലൂതും കാറ്റാണോ ആരാണി കള്ളം ചൊല്ലിയതാരാണാരോ ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനവാണെന്ന്. മ്യൂസിക് സെൻസ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, നല്ല മ്യൂസിക് സെൻസ്. കാരണം കുറേ റെഫറൻസ് ഷാഫി പറയും. ഇങ്ങനെ ഇന്ന പാട്ട്, പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫി. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമകളൊരുക്കി മലയാളികൾക്കെന്നും ചിരിച്ചുകൊണ്ട് മാത്രം ഓർത്തെടുക്കാവുന്ന രസകരമായ കഥാപാത്രങ്ങളെ സമ്മാനിച്ച സംവിധായകൻ ഷാഫി. തന്റെ സിനിമകളിൽ ഭൂരിഭാഗവും വലിയ കമേഴ്ഷ്യൽ വിജയങ്ങളാക്കി മാറ്റിയ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. കഥാപാത്രങ്ങൾക്ക് നൽകുന്ന പേര് മുതൽ രൂപഭാവങ്ങളിലെയും ഡയലോഗ് ഡെലിവറിയിലെയും പ്രത്യേകതകൾ ഉൾപ്പെടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടും വിധം അണിയിച്ചൊരുക്കുന്നതിൽ പ്രത്യേക വൈഭവമായിരുന്നു ഈ സംവിധായകന്. 2001 റിലീസ് ചെയ്ത വൺമാൻ ഷോ മുതൽ 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം വരെ 18 ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഈ ഹിറ്റ് മേക്കർ സമ്മാനിച്ചത് മറക്കാനാവാത്ത ചലച്ചിത്ര അനുഭവങ്ങൾ. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ചട്ടമ്പിനാട് തുടങ്ങി ഷാഫി ഒരുക്കിയ ഓരോ ചിത്രങ്ങളും തിയേറ്ററുകളിലും തുടർന്ന് ചാനലുകളിലും കാഴ്ചക്കാർക്ക് ചിരിയുടെ വിരുന്നൊരുക്കി. മണവാളനും പോഞ്ഞിക്കരയും ധർമ്മേന്ദ്രയും ദശമൂലം ദാമുവും കണ്ണൻ സ്രാങ്കും മല്ലയെയും ഉൾപ്പെടെ വേറിട്ട മാനരസങ്ങളിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ച കഥാപാത്രങ്ങൾ നിരവധിയുണ്ട് ഷാഫി ചിത്രങ്ങളിൽ. പിന്നിട്ട 2 ദശകങ്ങളിൽ മലയാള സിനിമയിൽ വലിയ ചലച്ചിത്ര വിജയങ്ങൾ അടയാളപ്പെടുത്തിയ പ്രിയ സംവിധായകൻ. ഓർമ്മയിലെന്നും ഷാഫി. പ്രിയപ്പെട്ട ഷാഫി സാറിന്റെ ഓർമ്മകളുമായി ഈ ലക്കത്തിലേക്ക് ആദ്യമെത്തുന്നത് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും കാലാതീതമായി നർമ്മം പറയുന്ന സദസ്സുകളിലെല്ലാം ആ കഥാപാത്രങ്ങളും അതിന്റെ ഡയലോഗുകളുമെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സലിം കുമാർ. സലീമേട്ട നമസ്കാരം. നമസ്കാരം. സലീമേട്ടന്റെ കഥാപാത്രങ്ങൾ സിനിമയിലേത് എടുക്കുമ്പം ട്രോളുകളായും മീമുകളായും സിനിമയിൽ വരുന്ന അല്ലെങ്കിൽ കോമഡി ക്ലിപ്പുകളായിട്ടൊക്കെ വരുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം സീനുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ഡയലോഗുകളെല്ലാം ഷാഫി സാറിന്റെ പടങ്ങളിലേതാണ്. ആദ്യത്തെ നിങ്ങളുടെ കോമ്പിനേഷനിൽ വന്ന പടത്തിലെ തന്നെ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പിന്നീട് ഒരു ഫ്രേസായിട്ട് മലയാളികൾ ഉപയോഗിക്കുകയായിരുന്നു വൺമാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെ. വൺമാൻ ഷോ എന്ന് പറയുന്ന ചിത്രത്തിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടോ, പരിചയമുണ്ടോ? അത് ഏത് കാലത്താണ്? സൗഹൃദമില്ല.
അതിനു മുമ്പ് അറിയാം, ഷാഫിയായിട്ട് നല്ല ബന്ധമുണ്ട്. പുള്ളി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യും. അന്ന് അസോസിയേറ്റ് ഡയറക്ടറാണ് ഷാഫി. മലബാറിൽ നിന്നൊരു മണിമാരൻ. അസോസിയേറ്റ് ആണ് അസിസ്റ്റന്റ് ആണെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അല്ല, അസോസിയേറ്റ് ആണ് അതിന്റെ. മലബാറിൽ നിന്നൊരു മണിമാരൻ വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്യും. പപ്പൻ നെരിപ്പറ്റ എന്ന് പറയുന്ന ഡയറക്ടറാണ് അതിന്റെ ആളാണ് അതിന്റെ പടം ചെയ്യുന്നത്, ഡയറക്ഷൻ. അപ്പോൾ അതിന്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ആദ്യം ഷാഫിനെ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് തെങ്കാശിപ്പട്ടണത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഫസ്റ്റ് അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് അല്ല ഷാഫി. അസോസിയേറ്റ് ചാക്കോ ഒക്കെയാണ് തോന്നുന്നു, അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീടാണ് വൺ മാൻ ഷോ വരുന്നത്. ആ വൺ മാൻ ഷോ കഴിഞ്ഞോടി ആ ബന്ധം ഒരു സൗഹൃദമായിട്ട് മാറി. കല്യാണരാമൻ കഴിഞ്ഞപ്പോൾ അതിലും രണ്ടാമത്തെ ചിത്രം കല്യാണരാമനാണ്. കല്യാണരാമനിലൊക്കെ ഈ സലീമേട്ടന് തരുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഷാഫി എന്ന് പറയുന്ന ഡയറക്ടർ തരുന്ന ഒരു സ്വാതന്ത്ര്യവും, അതിന്റെ സലീമേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ ഫുൾ ഫോമിൽ അഴിഞ്ഞാടുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ചെയ്ത്താണ് ഉണ്ടായിരുന്നു. അപ്പം സലീമേട്ടന്റെ പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എപ്പോഴും? അത് ഷാഫിനോട് തന്നെ ചോദിക്കണം എന്തായിരുന്നു എന്നുള്ളത്. എന്നിരുന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമ എന്നുള്ളത്. അതെ അതായിരുന്നു, അതെനിക്ക് പറയാം. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കാം ഒന്നെങ്കിലും പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കോമഡി പറഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. പല സിനിമയിൽ നിന്ന് ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഷാഫിയുടെ പുറത്ത് കൊണ്ടിട്ടുണ്ട്. അത് തള്ളിക്കളഞ്ഞ സാധനങ്ങൾ വേണ്ട, ബൗദ്ധികമായിട്ട് ചിരിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല ഏതാണെന്നൊന്നും പറയുന്നത്. അത് ഷാഫി നമുക്ക് കയറ്റാന്ന് പറയാം. എവിടെയെങ്കിലും സ്ക്രിപ്റ്റൊക്കെ എനിക്ക് നേരത്തെ തരും, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ ഒന്ന്. അപ്പോൾ അസിസ്റ്റൻസിനോട് വിളിച്ച് പറയുകയും ചെയ്യും, സലീമിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തേക്ക്, നാളെ എടുക്കാൻ പോണ. അപ്പോൾ ഷാഫിക്ക് അറിയാം എന്തെങ്കിലും സംഭവങ്ങൾ. അല്ല, തിരക്കഥാകൃത്തിന് എല്ലാം എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, മൈന്യൂട്ടായ സംഭവങ്ങളൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അല്ലാണ്ട് മൊത്തം നമ്മൾ തിരുത്തിയതൊന്നുമല്ല അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെ പറഞ്ഞ പല സംഭവങ്ങളും സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഷാഫിയുടെ പടമാണ്. അപ്പോൾ ഒട്ടുമിക്ക പടങ്ങളിലും ഞാനുണ്ട്. ഒരു 90% പടത്തിൽ, 2 പടത്തിൽ ഞാൻ ഇല്ലാത്ത എൻ്റെ അവസ്ഥയും കൊണ്ട് ഞാൻ ഇല്ലാണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ട് ഷാഫി പറഞ്ഞു നമുക്ക് ചെയ്യാം 2 countries എന്നത് പടം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ പടത്തിലും ഞാനുണ്ട്. അപ്പോൾ 2 countries ഷൂട്ടിംഗ് എത്തിയപ്പോൾ ഷാഫി എന്നോട് പറഞ്ഞു, സലീം അത് പേടിക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ഷാഫി, ഞാൻ എങ്ങനെ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം വരാണ്. അപ്പോൾ ഞാൻ ആരോഗ്യം വരെയാണെങ്കിൽ സമയമുണ്ടല്ലോ നമുക്കിനി. അങ്ങനെയാണ് പറഞ്ഞത്. വിദേശത്ത് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അല്ല, ഞാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ല, അത് 2 countries ഒക്കെ വിദേശത്തായിരുന്നു. അല്ല, നമ്മുടെ സംഭവം ഇവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കര ലോസാണ്. ഷാഫിക്കും അത് വലിയ കുഴപ്പമാണ്. അപ്പോൾ ഞാനായിട്ടില്ല. അപ്പോൾ അതൊന്നുമില്ല, അങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെ കെട്ടിയൊന്നും പറയണ്ട, നമുക്ക് ചെയ്യാം, ഞാൻ എല്ലാവിധ ഇതും തരാം. ഞാൻ പറഞ്ഞു ഇല്ല, കാരണം ഷാഫി എപ്പോഴും പറഞ്ഞു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പടങ്ങളിൽ സലീമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നായാലും ഒരിക്കലും ഇത് പിരിയാൻ ഷാഫി, എന്നായാലും ഒരിക്കലും ഇപ്പോൾ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ തട്ടിപ്പോകുന്നതാണ്, അത് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞ ഷാഫി എന്നായാലും ഞാൻ നമ്മളൊന്നും പിരിയേണ്ട ആൾക്കാരാണ്. അതിപ്പോഴങ്ങോട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പടത്തിന് ഷാഫിക്ക് അത് വിഷമം ഉണ്ടാവില്ല. ഇത് അയ്യോ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ വിഷമം ഉണ്ടാവില്ല. പക്ഷെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പടത്തിൽ, അതിന് ശേഷമുള്ള പടത്തിൽ ഇല്ല. ഒരു പടത്തിൽ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ പേര്, എൻ്റെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കിയളി എന്ന് പറഞ്ഞിട്ടൊരു അതും നല്ല ഇതായി. ഓക്കിയളി എന്ന് പറഞ്ഞത് ബിബിനൊക്കെ ഉള്ളൊരു അത് തന്നെ ബോംബ് കഥ, പഴയ ബോംബ് കഥ. അതില് ഫോട്ടോ ഉപയോഗിച്ചത് അതിന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പടത്തിലില്ലെന്നുള്ളൂ നിങ്ങളുടെ ഫോട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒട്ടുമിക്ക പടങ്ങളിലുണ്ട്. അല്ല, ഞാൻ ഈ സലീമേട്ടനോടുള്ള ഒരു ധൈര്യം സ്നേഹം ഞാൻ ചോദിക്കുന്നത്, എനിക്കൊന്ന് മായാവി എന്നൊക്കെ പറയുന്ന സിനിമ വരുമ്പോ മമ്മൂക്ക എത്രയുണ്ടോ അതിനൊപ്പമോ കൂടുതലോ ഒക്കെ സലീമേട്ടനുണ്ട്. അതായത് കണ്ണസ്രാങ്ക് എന്ന് പറയുന്ന ആള് ഒരു സീൻ കഴിഞ്ഞ് സ്ലോ മോഷൻ ആകുമ്പം നീ എവിടെ നിൽക്ക്, ശിഷ്യം പുറകെ നടന്നാൽ മതി, ഞാൻ മുന്നിൽ നടക്കും പറഞ്ഞിട്ട് കയറി നടക്കുന്നൊരു കഥാപാത്രത്തെ തരികയാണ്. അന്നത്തെ സാഹചര്യത്തിൽ മമ്മൂക്കയുടെ അത് പറഞ്ഞല്ലേ, ആ കഥാപാത്രം ചെയ്യുന്നതിനകത്ത് സലീമേട്ടൻ എന്ന് പറയുന്ന ഒരാളോട് ആ ഡയറക്ടർ കാണിക്കുന്ന ഒരു വിശ്വാസം വളരെ വലുതാണ് അല്ലേ. ആ പടം എടുത്താലും ശരി, ഇനി പുലിവാൽ കല്യാണം എടുത്താൽ ആ സിനിമയിൽ മണവാളന്റെ വരവും മണവാളന്റെ വളർച്ചയും, പുലിവാൽ കല്യാണം മണവാളന്റെ കഥയും കൂടെയാണ്. അപ്പൊ സലീമേട്ടന് തരുന്നൊരു സ്പേസ് വളരെ വലുതായിരുന്നു.
അല്ലെ സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ അത്തരത്തിലുള്ള പോപ്പി എന്നൊരു പടമുണ്ടല്ലോ, പോപ്പിക്കോണാ, അങ്ങനത്തെ ഒരു പടമുണ്ട്. പോപ്കോൺ പോപ്കോൺ അല്ല, ലോലിപോപ്പ്. ലോലിപോപ്പ്. ലോലിപോപ്പ് അല്ല, പൃഥ്വിരാജൊക്കെ ജയസൂര്യൊക്കെ ഉള്ളത്. ചോക്ലേറ്റ്. ചോക്ലേറ്റ്. ആ കോളേജ് കുമാരൻ. കോളേജ് കുമാരനല്ല, കോളേജ് ചെന്നിട്ടുള്ള ഒരു സംഭവം. ഏകദേശം ആ കോളേജ് അങ്ങനെ എല്ലാ പടത്തിലും, ഷാഫിയുടെ എല്ലാ പടങ്ങളിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം തന്നെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. സിനിമയ്ക്ക് പുറത്ത് നിങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഇത്രയും കഥാപാത്രങ്ങൾ പോപ്പുലർ ആയതിനെ പറ്റി പിന്നീട് സംസാരിച്ചിട്ടുണ്ട്? അല്ല, ഷാഫി എനിക്ക് അയച്ചു തരും ഇതൊക്കെ, ഈ ട്രോളും ഒക്കെ അയച്ചുകൊണ്ട് പറയും ഇതൊക്കെ എൻ്റെ പടത്തിലേട്ടാ എന്ന് അടിക്കുറിപ്പുണ്ടാവും അതിനകത്ത്. സൗഹൃദം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബപരമായിട്ട് സൗഹൃദമുണ്ട്. പിന്നെ ഞങ്ങൾ ഉടക്കുന്നൊരു സ്ഥലമുണ്ട്. ഭയങ്കര ശത്രുതയിലാവും. ശത്രുത ആവുന്ന ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം ഒച്ചപ്പാടും ബഹളവും ഇട്ടുണ്ട്, ചൂടാവും, ഒച്ചപ്പാടായി ഇതായി ഈ ചായക്കടലിൽ രാഷ്ട്രീയം പറയൂലേ, അതേ ടൈപ്പ് ആയിക്കോളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് പോയി ട്രോളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഷാഫി ഒരു അസാധ്യ മാർക്സിസ്റ്റുകാരനാണ്. അസാധ്യ മാർക്സിസ്റ്റുകാരൻ വെച്ചാൽ തീപ്പൊരിയാണ് ഷാഫി. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റും കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഈ മാർക്സിസ്റ്റ് കോൺഗ്രസ് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് വാക്കുകൾ കൊണ്ട്, അല്ലാണ്ട് വേറെ വഴക്കൊന്നുമില്ല. അതപ്പോ തീർന്നു. ഇലക്ഷൻ കഴിയുമ്പോ എന്താണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വെച്ചാല് ഇത്രയും നാൾ നമുക്ക് ഇപ്പൊ നമ്മ കുറച്ച് ഇപ്പോഴും റെസ്റ്റിലാണ് ഞാൻ. ഷാഫി ഉണ്ടല്ലോ, നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് പറയാനൊരാളുണ്ട്. ഷാഫി നല്ലൊരു വേഷം വേണം. അതെ, വേഷം വേണമെന്ന് അതൊരു ധൈര്യമാണ്. അത് പോയി, നഷ്ടപ്പെട്ടു. ഇപ്പോ ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാവ് ഷാജോൺ അദ്ദേഹത്തെ ഓർക്കുന്നു. ഷാഫിക്കയുടെ ഒരു 4-5 സിനിമകളിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. സത്യത്തിൽ ഒരു തവണ കണ്ട് നമ്മൾ സംസാരിച്ചാൽ മതി, പിന്നെ നമുക്ക് ഷാഫിക്കാനെ മറക്കാൻ പറ്റില്ല. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കും. ഷാഫിക്കയുടെ അങ്ങനത്തെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരിക്കലും ഇത്രയധികം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു സംവിധായകനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ പ്രവർത്തിയിലോ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നു സിദ്ദിഖ് എന്ന് പറയുന്നൊരു വലിയ ഫിലിം മേക്കറുടെ പേരോടൊപ്പം ചേർന്ന് വന്ന ആളുകളായതുകൊണ്ടാവാം റാഫിക്കാണെങ്കിലും ഷാഫിക്കാണെങ്കിലും ഒക്കെ വളരെ സിമ്പിളായിട്ട് പെരുമാറുന്ന ആളുകളാണ്. ഷാഫിക്കോട് എനിക്ക് പിന്നെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തെ മനസ്സിലാക്കാനും പറ്റും. ഞങ്ങൾ ഒരുമിച്ചൊരു 2018 അമേരിക്കൻ ട്രിപ്പ് പോയിരുന്നു. ബീച്ചേട്ടനായിരുന്നു, ബിജുമേനോൻ ബീച്ചേട്ടനായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. ഷാഫിക്കായിരുന്നു ഷോയുടെ ഡയറക്ടർ. അപ്പോൾ ആ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെ ഒരുപാട് ക്ലോസ് ആയത് ആ ഒരു ഷോയിൽ വെച്ചിട്ടാണ്. ഷാഫിക്ക് ഇപ്പോൾ നമ്മളോട് ഇല്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഒരുപാട് ചിരികളും ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരുപാട് നിമിഷങ്ങളും ഒക്കെ മനസ്സിലേക്ക് അറിയാതെ ഓടി വരും. ആ ചിരികളും സന്തോഷങ്ങളും ഒക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. മലയാള സിനിമയിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നിരവധി അനവധി, തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ, നിരവധി തിരക്കഥകൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, മലയാളി എക്കാലവും ഓർക്കുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഏറെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ. ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ തമ്മിലൊരു പരിചയം ഏത് കാലം തൊട്ടുണ്ട് ഷാഫി സാറുമായിട്ട്? ഷാഫി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം പോലെ പരിചയമുണ്ട്. പിന്നെ 1 man ഷോ ഷൂട്ടിങ്, ഷാഫിയുടെ ഫസ്റ്റ് വൺ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എൻ്റെയും സിബിയുടെയൊക്കെ ഒരു സിനിമ സെയിം ലൊക്കേഷൻ, ഷാഫിയുടെ പടവും ഞങ്ങളുടെ പടവും പൊള്ളാച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. ജമീന്ദാർ എന്ന് പറഞ്ഞ പടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് കാണും, ഞങ്ങൾ ഹോട്ടലിൽ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷാഫി പറയും അടുത്ത സിനിമ നമുക്ക് ഒന്നിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട്. പക്ഷേ അത് നടന്നില്ല. അത് കല്യാണരാമനായിരുന്നു. അതിന് ശേഷം ആണ് ഞങ്ങൾ പുലിവാൽ കല്യാണം. അന്ന് ആ എഴുത്ത് മുതൽ
ഏകദേശം ഈ അടുത്ത സമയം വരെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു കോള് എപ്പോഴും ഉണ്ടാവും. കാരണം ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വിളിക്കുന്നത് ഒരാൾ ഷാഫി ആയിരിക്കും. കാരണം പുള്ളിക്ക് വഴക്കോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടാണെങ്കിലും കളിയായിക്കൊണ്ടുള്ള ഒരു കോമഡി ഉണ്ടാക്കിയാലും പുള്ളി ഇങ്ങോട്ട് വിളിക്കും. അങ്ങനെ ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു പടം ഞങ്ങൾ പുലിവാൽ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല. ഓ അപ്പോൾ പലവട്ടം പല സിനിമകളും പ്ലാൻ ചെയ്തു. പക്ഷേ ഷാഫിയുടെ തിരക്കും നമ്മുടെ തിരക്കും മൂലം അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും അതുപോലെ ഒരു കോമഡി സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു ഒരു 5-8 മാസം. ശരിക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ തിയേറ്ററിൽ ഒരു 1000 പേര് ഒന്നിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന കോമഡി സിനിമകളുടെ ഒരു മിസ്സിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ആക്ഷൻ പടം ചെയ്ത ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഒരു വാം വെൽക്കം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആക്ഷൻ പടം ഹിറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്റ്റാർഡം, ഒരു ഹ്യൂമർ പടം വളരെ പോപ്പുലറായ ഹ്യൂമർ ചെയ്ത ആൾക്കാർക്ക് അതുപോലെ കിട്ടിക്കൊള്ളണം എന്നുള്ള നിർബന്ധവുമില്ല അല്ലേ? ഷാഫി സാർക്ക് എത്ര ഇൻഡസ്ട്രി ഹിറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഹിറ്റൊന്നുമല്ല, വലിയ ഹിറ്റുകൾ, അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ പലപ്പോഴും ഞങ്ങൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും തോക്ക് ഉള്ള പടങ്ങൾ ചെയ്യുന്ന ഡയറക്ടറും സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് പെരുമാറുന്ന ആൾ വേണം. അപ്പോൾ അവരൊക്കെയാണ് ഹിറ്റ് മേക്കറും സൂപ്പർ സ്റ്റാറുകളൊക്കെ. പക്ഷേ ഇൻഡസ്ട്രിയെ ഒരു മിനിമം ഗ്യാരണ്ടി കൊണ്ടുപോകുന്നത്, ഒരു സിനിമ കൊണ്ടുപോകുന്നത് ശരിക്കും ഈ കൊച്ചു ഹ്യൂമർ പടങ്ങളും അതിൻ്റെ വൻ വിജയങ്ങളും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആൾക്കാർക്ക് ഫാമിലിയായിട്ട് കണ്ട് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്നതും ഈ കോമഡി പടങ്ങളാണ്. അതിനകത്ത് ഷാഫിയുടെയൊക്കെ പങ്ക് വളരെ വലുതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ ഈ കോമഡി പടങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡിക്ക് കൂട്ടായിട്ട്. ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരൊക്കെ സീരിയസ് ആയി പോയി. സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി, കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി, സുരാജ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും ഒത്തുചേർന്ന് നമുക്ക് പഴയ പോലെ ഒരു കോമഡി പടം അതെടുക്കണമെന്നായിരുന്നു പുള്ളിയുടെയൊക്കെ അവസാന സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം അതായിരുന്നു. അത് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി വെച്ചതാണ്. പക്ഷേ ഈ പുലിവാൽ കല്യാണം പറഞ്ഞ പടം എടുത്തപ്പോൾ ഞാനിപ്പോൾ സലീമേനോട് ചോദിക്കുമായിരുന്നു, ഈ ഉദയേട്ടൻ്റെ മാത്രം സൃഷ്ടികളാണോ അതോ ഈ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നതിനകത്ത് ഷാഫി സാറിൻ്റെ ഒരു ഇടപെടലുകളുണ്ടോ? പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു സബ്ജക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാൾ ഉപരി ആ സ്ക്രിപ്റ്റിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. അതിൻ്റെ ഒരു ചെറിയ ഡെവലപ്മെൻറ്റ്സ്, നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, അതിന് നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ശരിക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന, ഇപ്പോൾ ഷൂട്ടിനേക്കാളും ഉപരി എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒത്തുചേർന്ന് ഓരോ വളർച്ചയും നമ്മൾ അതിന് പങ്കാളികളാവുക. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. വൈകുന്നേരം വന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഷാഫി കൂടെ ഇരിക്കും. ഷാഫിയുടെ ഒരു പ്രത്യേകതയാണ് അത്. പലരും കൂടെ ഇരിക്കാറില്ല. സ്ക്രിപ്റ്റൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്കഷൻ തുടങ്ങുന്നത്. ഇത് പുള്ളി നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ ഇനി ഷാഫി സാറിൻ്റെ ഓർമ്മകളുമായി മലയാളികളുടെ പ്രിയപ്പെട്ട നായിക മിയ. ഷാഫി സാർ എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാറിൻ്റെ ചിരിച്ച മുഖമാണ്. ഞാൻ ചിരിക്കാത്ത ഒരു മുഖമായിട്ട് ഞാൻ ഷാഫി സാറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. ഷൂട്ടിംഗ് ആവുമ്പോൾ ഞാൻ ഷെർലക് ടോംസ് എന്ന് പറയുന്നൊരു സിനിമയാണ് സാറിൻ്റെ ചെയ്തത്. അപ്പം ഷൂട്ടിംഗ് ആകുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ടെൻഷൻസൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഒരു മഴച്ചാറിൽ കണ്ടാൽ തന്നെ അയ്യോ ഇന്ന് പ്ലാൻ ചെയ്ത സീൻ തീരാതാവുമോ, അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ സാറിനെ അങ്ങനെ വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ചിരിക്കാത്തൊരു മുഖമായിട്ട് ഞാൻ ഒരിക്കലും ഷാഫി സാറിനെ കണ്ടിട്ടില്ല. സാർ ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു. എനിക്ക് ആലോചിക്കുമ്പോൾ സാർ ഒരുപാട് കഥകൾ പറയുമായിരുന്നു. സാറിൻ്റെ സിനിമകളിലെ തന്നെ തമാശ സീനുകൾ എടുത്തപ്പോൾ ഉള്ള അനുഭവങ്ങളും അതിലെ തമാശകളും എപ്പോഴും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഫൺ എലമെൻ്റ്
മിക്സ് ചെയ്തായിരിക്കും ഷാഫി സാറ് പറയാറുള്ളത്. അതിപ്പോൾ സ്വന്തം ഫാമിലീനെ പോലും സാറ് വെറുതെ വിടാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. സാറിൻ്റെ ഫാദറിനെയും വീട്ടുകാരെയും മോളെയും മക്കൾ ഉണ്ടാക്കിയ തമാശകൾ പോലും എൻ്റെ മോളൊരു ദിവസം പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് നമ്മുടെ അടുത്ത് കഥകൾ പറയുമായിരുന്നു. എനിക്കിപ്പോഴും എന്താ പറയുന്നത്, സാറിൻ്റെ ഒരു ചിരിച്ച മുഖം തന്നെ എന്നും എൻ്റെ മനസ്സിലുണ്ടാവത്തുള്ളൂ. അതെനിക്ക് തോന്നുന്നു സാറിൻ്റെ പരിചയക്കാർക്കും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. ആ ചിരിച്ച മുഖം അത് തന്നെ മതി എൻ്റെ മനസ്സിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരാളെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരുപാട് രസമുള്ള കഥാപാത്രങ്ങളും സിനിമകളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ്. ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഷാഫി സാറിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം. ബെന്നി ചേട്ടാ നമസ്കാരം. ഇപ്പം ഉദയേട്ടനോട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു സിനിമയിലെ ഈ എഴുത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷാഫി സാറിനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ രണ്ടുപേര് തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നർമ്മം വേണം എന്നുള്ളതുപോലെ നർമ്മങ്ങൾ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പം ചട്ടമ്പി നാട് എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര്, അത് സൈക്കിളിൽ ബലൂൺ കെട്ടിവെച്ചേക്കുന്ന സലീമേട്ടനാണേലും സുരാജേട്ടനാണേലും ചായക്കടയിലിരിക്കുന്ന താടി വലിച്ചിരിക്കുന്ന പറയുന്ന ആളാണെങ്കിലും ഉൾപ്പെടെ എല്ലാവരും ജനാർദ്ദൻ ചേട്ടനും മമ്മൂക്കയും ഒക്കെ പല തരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളെയാണ് പോർട്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഇരിപ്പിൽ ഷാഫി സാറിന്റെ ഇരിപ്പും കോൺട്രിബ്യൂഷനും ഉണ്ടോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ? ചട്ടമ്പി നാട് ആലോചിക്കാനിരിക്കുന്നതന്നെ ശൂന്യമായ മനസ്സോടെ, ഒന്നുമില്ലാതെയാണ്, കഥ ഒന്നുമില്ലാതെ അടുത്ത മമ്മൂക്ക പ്രോജക്റ്റ് ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞായിരിക്കുന്നു. അത് എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നു. ഞങ്ങൾ ആദ്യമേ തൊട്ട് തന്നെ ഇങ്ങനെ ആദ്യത്തെ 3-4 ദിവസം കഥ തന്നെ സംസാരിക്കാറില്ല. ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെ കന്നഡയും മലയാളവും കലർന്ന ഒരു സ്റ്റൈലിലുള്ളൊരു ക്യാരക്ടർ പിടിക്കാം എന്ന് മാത്രമാണ് ആകെയുള്ളൊരു ചിന്ത വരുന്നത്. അങ്ങനത്തെ ഒരു അപ്പം വിധേയ എന്ന് പറഞ്ഞൊരു പടത്തിൽ മമ്മൂക്ക ആ ഒരു സ്ലാങ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വിധേയല്ല ക്യാരക്ടർ പോലെ അങ്ങനെ ആ സ്ലാങ് പിടിക്കാമെന്ന് മാത്രമുള്ള കഥ അതുമേന്ന് ആരംഭിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. ഇടയ്ക്ക് 3 ദിവസമായി കഥയിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കഥയുടെ ഒരു ബേസിലേക്ക് വന്നു. പിന്നെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനൊരു ക്യാരക്ടറാകുന്നു. അതിൽ ഷാഫിയും ഒരുപാട് ഔട്ട്പുട്ട് തരും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക, അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പിന്നെ കഥയുടെ കാര്യങ്ങൾ വിട്ടിട്ട് പിന്നെ നാട്ടുവർത്താനത്തിലേക്ക് പോകും. നാട്ടുവർത്താനത്തിൽ പഴയ കാര്യങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന പഴയ കാര്യങ്ങളും നാട്ടിൽ നടന്ന ചില സംഭവങ്ങളും ഷാഫിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സാധനം അത് കൊള്ളാലോ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മോൾഡ് ചെയ്ത് ഒരു എന്താ ഷാഫിയുടെ മുന്നിലിരുന്ന് തന്നെ ഷാഫിയും ഞാനുമായിട്ട് തന്നെ പറഞ്ഞ് തന്നെ പലതും ഉണ്ടാവും. അങ്ങനെ ഒരു A to Z സംവിധായകൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഷാഫിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ്. അത് നല്ല എനിക്ക് ഏറ്റവും സിംഗിൾ ഡയറക്ടറാണ് ഷാഫി. നിങ്ങൾ ഒന്നിച്ച് ഷാഫി സാറിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരൻ? ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഞാൻ 5 ചിത്രങ്ങൾ, 5 സിനിമകൾ കൂടുതൽ ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പോൾ ഷാഫി എന്നെ പറയും എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും. തുടങ്ങിയത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റായിരുന്നു. ഞങ്ങൾ തമ്മിൽ അവസാനം ചെയ്തത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നതും അതും സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ തുടക്കവും അവസാനവും 2 ഹിറ്റുകളിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടമ്പി നാടനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായി മാറിയ ദശമൂലം ദാമു എന്ന് പറയുന്ന ക്യാരക്ടർ അത് അവതരിപ്പിച്ച സുരാജ് വെഞ്ഞാറമ്മൂട് ഇപ്പോൾ ഷാഫി സാറിനെ ഓർക്കുന്നു. ഷാഫി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് അവിടെ എത്തുന്നത്. അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട്. എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനീ തുടക്കക്കാരനല്ലേ, ഞാനൊന്ന് ദൂരെയൊക്കെ മാറി നിൽക്കുക. എനിക്കിത് എന്താണ്, ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഷാഫി സാർ ഇങ്ങനെ ദൂരെ മാറിയിരുന്ന് എന്നെ നോക്കിയിട്ട്
ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാറ് നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മൂക്ക, മറ്റു പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാറ്. ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടനെന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി സാറ്. ഏകദേശം ഒരു 10-18 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത്. ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലി പരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു. ദശമൂലം ദാമു എന്ന ടാഗ് ലൈൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത്. എഴുത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു, നർമ്മം കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെ ഒപ്പം തന്നെ ആസ് എ ഡയറക്ടർ ഷാഫി സാർ ഒരു ഉഗ്രൻ ടെക്നീഷ്യനും കൂടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതികളും വളരെ, നമ്മൾ ഈ തമാശയെക്കുറിച്ച് പറയുന്നതുകൊണ്ടും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും അതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്നൊരു സ്ഥലമാണ് ഷാഫി സാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ കാലിബർ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്ത പല പടങ്ങളിലെയും സീനുകളും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഷാഫി സാറ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാസിങ്ങും പരിപാടികളുണ്ടല്ലോ. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ എത്രയോ പടങ്ങളിൽ ഈ ചട്ടമ്പിനാട് ഉൾപ്പെടെ ഈ മേരിക്കൊണ്ടൊരു കുഞ്ഞാടൽ ഉൾപ്പെടെയൊക്കെ ചില പാസിങ്ങുകൾ അതിൻ്റെ ദൂരം അകലങ്ങളൊക്കെ വെക്കുന്നതിലൊക്കെ ഇപ്പോൾ കാറ് നിർത്തിയിട്ടിട്ട് ഇന്നസെൻ്റ് ഏട്ടനും ആയിട്ട് ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ പടത്തിൽ. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാറ് മുകളിൽ നിർത്തിയിട്ട് ഒരു പുൽക്കറ്റയായിട്ട് ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്ത് പോകുന്ന ഡയലോഗിനനുസരിച്ച് അകലം വെക്കുന്നു. അങ്ങനെയുള്ള എത്ര പടങ്ങളിലൊക്കെ ആയിരിക്കും അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുള്ളത് ഏതാണ്ട് ഷാഫി സാറ്? എനിക്കൊന്ന് ഒരു 10-15 പടമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവൂലേ? അതെ, രാജസേനന്റെ പടത്തിലായിരുന്നു ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന പടം ഹിറ്റ് പടമാണ്. അതിലാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ റാഫി മെക്കാട്ടിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടം. അതില് സിദ്ദിഖയുടെ കൂടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ നിന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഫ്രണ്ട്സിലും ഒക്കെ സിദ്ദിഖയുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടിട്ടുള്ളത്. സൂപ്പർമാൻ എന്ന് പറയുന്ന പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇത് ഒരു കഴിവെടുത്തു. പിന്നെ മ്യൂസിക് സെൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, നല്ല മ്യൂസിക് സെൻസ്. കാരണം കുറേ റെഫറൻസ് ഷാഫി പറയും. ഇങ്ങനെ ഇന്ന പാട്ട്, പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫി. വൈഫിന്റെ ഫാദർ വലിയ പാട്ടുകാരനല്ലേ? മ്യൂസിക് ഡയറക്ടറാണ്, പാട്ടുകാരനല്ല, മ്യൂസിക് ഡയറക്ടറാണ്. ഓ, സിനിമയിലെ ട്യൂൺ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പാട്ട് ഇങ്ങനെ പാടും പുള്ളി. എന്നിട്ട് ആ ട്യൂണൊക്കെ ഇങ്ങനെ. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ, അത് അവർ പറയും ഇന്ന പടത്തിന് ഇങ്ങനെ വെനിഗിനീസ് ഒക്കെ പറയും ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പാട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ഓർത്തിട്ട് ഷാഫിർ അന്ന് ഒരു സംഭവം പറഞ്ഞില്ല, ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന്, നല്ല ട്യൂണായിരുന്നു, അല്ല എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് രണ്ടാമതൊരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. ഓ, അത് ഏത് പാട്ടാണെന്ന് ഞാൻ മറന്നുപോയി. അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിൽ നല്ല ഓർമ്മയാണ് എല്ലാ കാര്യങ്ങളും. നമ്മള് ആദ്യത്തെ പടം വൺ മാൻ ഷോ എടുത്താലും നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളും ഒക്കെ ഉണ്ട്. കല്യാണരാമൻ എടുത്താല് നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളുണ്ട്. പുലിവാൽ കല്യാണം എടുത്താലും ഗുജറാത്തി കാലത്തളയും തൊമ്മനും മക്കൾ എന്ന് പറയുന്നതിനകത്ത് മായാവിയില് ചോക്ലേറ്റില് മ്യൂസിക് സെൻസ് എല്ലാ സിനിമകളിലും വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉള്ള പാട്ടാണ്. അതും ഒരു മ്യൂസിക് സെൻസ് ഉള്ള ഡയറക്ടർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പാട്ടിന്റെ കാര്യത്തിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകളെ പറ്റി നമ്മൾ ഈ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുള്ള ഒരു ഗായകൻ നമ്മളോടൊപ്പം ഇവിടെ ചേരുകയാണ്. വളരെ പ്രിയപ്പെട്ട ഗായകൻ, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഫ്സൽ. ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അഫ്സലിക്ക, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം സിനിമകളിലും പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഷാഫി സാറിന്റെ
രാക്ഷസിയും കല്യാണരാമനിലെ പാട്ടും ഒക്കെ ഏകദേശം ഒരേ ഒരേ സമയത്ത് റിലീസായിരുന്നു, ഒരേ സമയത്ത് 2002 ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളായിരുന്നു. രണ്ട് പടത്തിലെയും പാട്ടുകൾ ഹിറ്റാകുകയാണ്. ആ അതില് കല്യാണരാമനിലെ പാട്ട് അഫ്സലിക്കൊക്കെ ഒരു വലിയ ബ്രേക്കാണ് തന്നിട്ടുള്ളത്. അതിന് തെരഞ്ഞെടുത്തതോ പറഞ്ഞതിലോ ഒക്കെ ഷാഫി സാറിന് പങ്കുണ്ടോ അറിയാമായിരുന്നു? തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ. അതിന് കമ്പോസിങ് നേരത്തെ തുടങ്ങി ബെന്നിച്ചേട്ടൻ ഇഗ്നിയസ് ചേട്ടനും കൂടി. അപ്പോൾ എൻ്റെ ട്രാക്ക് പാടാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ കലൂരത്തെ ലാൽ മീഡിയയിലാണ് വർക്ക് കംപ്ലീറ്റ് നടക്കണം. അപ്പോൾ അന്ന് ഞാൻ ട്രാക്ക് പാടാൻ ചെന്ന്, അപ്പോൾ അന്നാണ് ഞാൻ ഇവരൊക്കെ കാണുന്നത് ആദ്യമായിട്ട്. ഷാഫിക്കാനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ, നമ്മൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമ്മൾ പല കല്യാണങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ടാണ് കാണണം, ബെന്നിച്ചേട്ടനൊക്കെ അവിടെ നിന്നാണ് കാണണം. അപ്പോൾ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോഴാണ് ബെന്നിച്ചേട്ടൻ്റെ ഇഗ്നീഷ്യനും ഞാൻ പാടുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇവർക്കൊക്കെ പറഞ്ഞ് അഫ്സലിനെ നമുക്ക് എന്തായാലും ഇതിലൊരു പാട്ട് കൊടുക്കണം എന്നുള്ളൊരു, അങ്ങനെയാണ് ഞാൻ കല്യാണരാമനിലെ പാട്ട് പാടുന്നത്. അതൊരു പാട്ടാണ് ആദ്യം തന്നത്, തിങ്കളെ പൂത്തിങ്കളെ, ശ്രീകുമാറേട്ടനായിട്ടൊരു സോങ്. അത് പിന്നെ ഒരു പാട്ടും കൂടി കൈത്തുടി താളം കൂടി തന്നു. അങ്ങനെ 2 പാട്ട് പാടിക്കൊണ്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ ഷാഫിക്കൊക്കെ നേരത്തെ അറിയാം, നമ്മൾ പ്രോഗ്രാംസിന് പാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പല കുടുംബത്തിലുള്ള കല്യാണങ്ങൾക്കൊക്കെ വരുമ്പോൾ പുള്ളി ഞാൻ SPBയുടെ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ ശരിക്കും ബന്ധം എങ്ങനെയായിരുന്നു? ബന്ധം ഈ പറഞ്ഞ ശരിക്കും ആക്ച്വലി ബന്ധം സിദ്ദീഖണ്ണൻ്റെ ഫാദറും എൻ്റെ ഫാദറും വളരെ ക്ലോസ് ആയിരുന്നു. അവർ ഫ്രണ്ട്സുമാണ്, ഒരു അകന്ന റിലേഷൻ ഉണ്ട്. അത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പെടുത്തില്ല. പക്ഷെ എന്നാലും നമ്മളൊക്കെ പരിചയപ്പെടുന്നത് ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പോൾ പല കല്യാണങ്ങൾക്ക് കാണുമെങ്കിലും ചിരിച്ച് ഇങ്ങനെ കൈയൊക്കെ കൊടുത്ത് പോകുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര അടുപ്പമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇവരായിട്ടൊക്കെ കൂടുതൽ. ഞങ്ങളിപ്പം ഷാഫി സാറിന്റെ ഒരു മ്യൂസിക് സെൻസിനെ കുറിച്ച് പറയുമായിരുന്നു. ഒരു മിക്ക സിനിമകളിലും പുതിയ പാട്ടുകാരെ ഉപയോഗിക്കുന്നത്, ഇപ്പം ഇഷ്ടമല്ലേ എന്നുള്ള പാട്ട് ഷഹബാസിനെ കൊണ്ട് പാടിക്കുന്നു. വിപിനൊക്കെ കൂടെ പുണ്യവാൻ ഇസഹാക്കിനുണ്ടായി 2 മക്കൾ പാടുന്നതാണെങ്കിലും പ്രദീപ് പള്ളുരുത്തി ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കുന്നു. എന്നാൽ മുറ്റത്തെ മുല്ല വരുമ്പം ദാസേട്ടനാണ് പാടുന്നത്. എത്രയോ പാട്ടുകൾ അങ്ങനെ പല പല പാട്ടുകാരെ പരീക്ഷിച്ച് പാടിക്കുന്നു. നിങ്ങൾ തമ്മിൽ പാട്ട് ശരിക്കും ഷാഫിക്കാക്ക് നല്ലൊരു, ഇപ്പൊ കല്യാണരാമൻ ടീമാണെങ്കിൽ ലാലേട്ടനാണെങ്കിലും മ്യൂസിക് സെൻസ് ഉണ്ട്. അതേപോലെ ഷാഫിക്കാക്കും കുറേ നല്ല പാട്ടുകളെ കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ പറഞ്ഞ ഈ നമ്മുടെ പുലിവാൽ കല്യാണത്തിൽ ആര് പറഞ്ഞു എന്നുള്ള പാട്ട് അതിനു മുമ്പ് വേറെ ഏതൊരു ഫിലിമിന് വേണ്ടി ഇഗ്നീഷ്യസ് ചെയ്ത പാട്ടാണ്. പക്ഷേ ഷാഫിക്ക് അത് ഓർത്തെടുത്ത് പുലിവാൽ കല്യാണത്തിലേക്ക് ആ പാട്ട് എടുക്കുകയാണ് ചെയ്തത്. പി ജയേന്ദ്രൻ സാർ പാടിയ പാട്ടാണ് എന്നുള്ളത്. അതെ. അപ്പം ആര് പറഞ്ഞു എന്നുള്ള പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു 4 വരി. ഇനി ഷാഫി സാറിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു സിനിമാ താരം, മിമിക്രി താരം, നിരവധി ഷോകളിലൂടെയും സിനിമകളിലൂടെയും നമുക്ക് വളരെ പ്രിയപ്പെട്ട ടിനി ടോം. ആദ്യം ക്ഷമ ചോദിക്കുകയാണ്, കാരണം ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു വസ്ത്രം. യഥാർത്ഥത്തിൽ ഷാഫി സാറിൻ്റെ ചിത്രത്തിൽ ഇതുപോലൊരു വേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ ഈ ബിബിൻ ജോർജ്, വിഷ്ണു, ജോഷി, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കഥകൾ, അവരെക്കുറിച്ചിട്ട് വളരെ തമാശപൂർവ്വമുള്ള കാര്യങ്ങൾ എപ്പോഴും മെസ്സേജസിൽ വിടുമായിരുന്നു. അറിഞ്ഞിട്ട് ഇനി ജോഷി മറ്റേ പടത്തിൽ അഭിനയിച്ചു. ജോഷി ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജോഷി ഏത് സിനിമയിൽ അഭിനയിച്ചാലും അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അറിഞ്ഞാ ജോഷിനെ പിടിച്ചാൽ കിട്ടൂല എന്നും പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും മെസ്സേജസ് വിടുമായിരുന്നു. അതിനിടയ്ക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, അതിനെന്നെ പറഞ്ഞു വിടാറുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടായി പോവുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസുഖമായിട്ട് കിടക്കും, ഒന്നും ചെയ്യാതെ ചിന്തിക്കാൻ. ഞാൻ കാണാൻ പോയില്ല, കാരണം എനിക്ക് ആ കിടക്കുന്നത് കാണാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും ചിരിച്ച മുഖവും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയുന്നത്. കാരണം അതുകൊണ്ട് മനഃപൂർവ്വം എനിക്ക് കാണാനുള്ള ത്രാണിയില്ല. നഷ്ടപ്പെട്ടു പോകുന്നത് കലാകാരന്മാരെക്കാൾ കൂടുതൽ നമുക്ക് നല്ല മനുഷ്യരെയാണ്, സിനിമയിലുള്ള നല്ല മനുഷ്യരെ നഷ്ടപ്പെടുന്നു. ആ ഒരു സത്യത്തിലെത്തുകയാണ്. കാരണം ആയുസെത്തിയാൽ മനുഷ്യന് പോകേണ്ടി വരും. ഈ പാട്ട് കൊണ്ടും അല്ലെങ്കിൽ ഫ്രെയിം വെക്കുന്നതിനൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമകളാണ് ഷാഫി സാർ എപ്പോഴും ചെയ്യുന്നത്. ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടാൽ തേവര കോളേജിലാണല്ലോ അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആ കോളേജിൻ്റെ നിരത്തൊക്കെ ഇത് വിരിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, പരവതാനി വിരിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സാധാരണ ഒരു കോളേജിൻ്റെ സാരഞ്ഞിൻ്റെ സിമെൻ്റ് ആയിരിക്കുമല്ലോ, ഇത് നല്ല നീല കളറ് പരവതാനി വിരിച്ചിട്ട് നിറച്ച് ചെടിച്ചട്ടികൾ വെച്ചിട്ട് അതൊക്കെ ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഷാഫി സാറിന്റെ വാശിക്ക് പോകുന്ന കാര്യങ്ങളായിരിക്കും അതല്ല, ആർട്ടായിട്ട് ഡിസ്കസ് ചെയ്യും. അത് എങ്ങനെ അവരുടെ സജഷൻ ആയിരിക്കും ഷാഫി സാർ പറഞ്ഞു പറയും. ഫ്രെയിം എപ്പോഴും നല്ല
കളർഫുൾ ആയിരിക്കണമെന്നുള്ളത് നിർബന്ധമുള്ള ആളാണ്. ഇപ്പൊ കല്യാണരാമൻ തന്നെ ഒരു പന്തലിനകത്തല്ലേ. അതെ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഫ്രെയിമിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, എങ്ങോട്ട് തിരിഞ്ഞാലും പന്തലാണ്. അപ്പോൾ പന്തലിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ വേസും അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു വ്യത്യസ്തതയും കൊണ്ടുവരാനായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. ആർട്ട് ഡയറക്ടറായിട്ട് വിളിച്ചിട്ട് നേരത്തെ ഫ്രെയിമിൽ നിന്ന് മാറിയിട്ട് ഉള്ള ഒരു ആംഗിൾ ആവുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് എങ്കിലും വെച്ചിട്ടൊന്ന് ഒരു മാറ്റങ്ങൾ വരുത്തും, അല്ലെങ്കിൽ മൊണോട്ടനസ് വരും. അതുപോലെ എല്ലാ വിഷ്വലിലും ഷാഫിയുടേതായ കോൺട്രിബ്യൂഷൻ അവിടെ എന്തെങ്കിലും വെക്കാനൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സിനിമകളിലുണ്ട്. ഇപ്പം നമ്മൾ ചോക്ലേറ്റ് പറഞ്ഞാൽ സച്ചി സേതുവാണ് തിരകഥ, ഒരുപാട് സിനിമകൾ ബെന്നിച്ചേട്ടനാണ്, ചിലത് ഉദയേട്ടനാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ആണെങ്കിലും ഷാഫി സാറിന്റെ സിനിമകൾക്ക് എഴുത്തുകാർ മാറുന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ ഒരു പൊതു സ്വഭാവം പല സിനിമകൾക്ക് നമുക്ക് കണ്ടാൽ അതിന്റെ ഒരു കളർ കൊണ്ടും അതിന്റെ ഒരു എന്റർടൈനിങ് സ്വഭാവം കൊണ്ടും എല്ലാം നമുക്ക് ബേസിക്കലി അത് എല്ലാത്തിലും ഹ്യൂമർ ഉണ്ടാവും എന്നുള്ളതാണ്. അതെ, ഹ്യൂമർ ഇല്ലാത്തൊരു സിനിമ കുറവായിരിക്കും ഷാഫിയുടെ. ഹ്യൂമർ ഇല്ലാത്തതുണ്ടോ, ചെയ്തിട്ടുണ്ടോ? വളരെ ഇല്ല ഹ്യൂമറിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. ഹ്യൂമർ ഇല്ലാതെ ഷാഫി പടം ചെയ്യില്ല. ഇപ്പം ഷാഫി സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായികയായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നവ്യ നായർ. ഷാഫിക്കയോടൊപ്പം ഞാൻ ചെയ്യുന്ന സിനിമ കല്യാണരാമനാണ്. എനിക്കറിയാം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ. എനിക്ക് ഷാഫിക്ക, റാഫിക്ക ഇവരൊക്കെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയായിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും അവർ നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു സന്തോഷവും തമാശയും ഒക്കെ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ റിയൽ ലൈഫിലും അവരൊരുപാട് തമാശകൾ പറയുന്ന, ആ ലൊക്കേഷനിൽ നമ്മുടെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടുകയോ ചൂടാവുകയോ ഒന്നും ചെയ്യാത്ത, എപ്പോഴും പ്രത്യേകിച്ച് ഷാഫി ചേട്ടനൊക്കെ ഒട്ടും ദേഷ്യപ്പെടില്ല. റാഫിക്ക് അങ്ങനെ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഷോർട്ട് ടെമ്പേർഡാണ്. പക്ഷെ ഷാഫി ചേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോഴും തമാശയിലും ഒക്കെ ഇരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഷാഫി ചേട്ടൻ്റെ സിനിമകളൊക്കെ മലയാളികൾ ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള സിനിമകളാണ്. ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു സിനിമാ നടി എന്നുള്ള ഒരു പേരിൽ നിലനിൽക്കുന്നതിന് ഈ കല്യാണരാമനും അതിലെ തമാശകളും ഒക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഷാഫി ചേട്ടൻ്റെ മരണം. ഹോൾ ഫാമിലിക്ക് അവരുടെ മനസ്സിനിത് താങ്ങാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് റാഫിക്കയും ഷാഫിക്കും ഒക്കെ അവർ വളരെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു വലിയ ബോണ്ടിങ് ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അതിനുള്ളൊരു മനഃശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ അറ്റേർന്നത് ഞാനിപ്പോൾ ഷൂട്ടിനിടയിലായതുകൊണ്ടാണ്. പക്ഷേ ഷാഫി ചേട്ടനെ പറ്റി രണ്ട് വാക്കിങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അപ്പിയർ ചെയ്തത്. സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ സലീമേട്ടൻ പറയുകയുണ്ടായി ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകളും ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായെന്നുള്ളത്. ഇപ്പം ഉദയേട്ടൻ ഒരു പടം അല്ലേ ഷാഫിക്ക് ചെയ്തിട്ടുള്ള ഒരു പടമാണ്, പക്ഷേ ഒരു 2 ദിവസത്തിലൊരിക്കലെങ്കിലും വിളിക്കുന്നൊരു സൗഹൃദം നിലനിർത്തിയിട്ടുണ്ട്. ഈ കാലം എത്രയും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഒഴിവ് സമയ ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? സലീം പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം തന്നെയാണ്. എന്തെങ്കിലും കിട്ടുമ്പോൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക, തിരിച്ച് കൗണ്ടർ പറയുക എന്ന് കരുതിയിട്ട് വഴക്കോ പ്രശ്നങ്ങളോ പുള്ളിക്ക് ഉണ്ടായിട്ടില്ല. എത്ര ഹിറ്റ് വന്ന വഴക്കെന്ന് വെച്ചാൽ അല്ലാണ്ട് രസമുള്ള വഴക്ക്, വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. തർക്കങ്ങൾ അത് തന്നെ, അല്ല വഴക്കല്ല, അത് ഞാൻ പേര് മാറിപ്പോയതാണ്. കലഹമില്ലാത്ത തർക്കങ്ങൾ. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ടേ അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ സോറി ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. കൈ തുടി താളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി, കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളിയോ. എന്തുകൊണ്ടാണ് പുള്ളി ചിരിക്കാഞ്ഞെന്ന് ഞാൻ പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാഫി സാറ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ പുള്ളി അതെല്ലാം വിഷ്വല് കാണുമായിരുന്നു. ചിരിക്കാനുണ്ടെന്ന് പുള്ളി മനസ്സിലാക്കുന്നുണ്ട്. അത് പൊട്ടിച്ചിരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അതിലുണ്ട് തമാശ എന്ന് പറഞ്ഞ് തുടക്കത്തിൽ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്.
പിന്നെ ഞാൻ റോൾ മോഡൽ എന്ന് പറഞ്ഞ പടത്തിൽ റാഫി സാറിൻ്റെ പടത്തിലാണ് പിന്നെ എനിക്കൊരു നല്ലൊരു വേഷം കിട്ടുന്നൊരു പടം. ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ്. രാജേട്ടൻ്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സംസാരിച്ച് അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ICU അതിന് ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും. ആരെന്നറിയാതെ അന്നേരം തൊട്ടേ ആമുഖമോർത്ത് നടപ്പാണ് മുള്ളൊരു സ്വപ്നം